നമസ്സർവേഭ്യഃ. നിത്യജീവിതത്തിൽ നമ്മൾ പലരും കേൾക്കുന്ന ഒരു വാക്കാണ് രാഹുകാലം. പക്ഷേ ഏത് ദിവസം ഏത് സമയമാണ് രാഹുകാലം എന്ന് ഓർക്കാൻ നമുക്ക് എപ്പോഴും ഒരു പഞ്ചാംഗം വേണ്ടിവരാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഒരു ഒറ്റ സംസ്കൃത ശ്ലോകം ഉപയോഗിച്ച് ആഴ്ചയിലെ 7 ദിവസങ്ങളിലെയും രാഹുകാലം മനസ്സിൽ തന്നെ എളുപ്പം ഓർത്തുവയ്ക്കുന്ന രീതി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ രാഹുകാലം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന രീതിയും കൂടി ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ശ്ലോകം ചൊല്ലുമ്പോൾ തന്നെ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. വീഡിയോ അവസാനം വരെ കണ്ടാൽ രാഹുകാലം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. നമുക്ക് തുടങ്ങാം. എന്താണ് രാഹുകാലം? സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള പകൽ സമയത്തെ 8 തുല്യ ഭാഗങ്ങളായി തിരിക്കുന്നതിൽ രാഹുവിന് ആധിപത്യമുള്ള സമയമാണിത്. ഓരോ ഭാഗവും ഏകദേശം 1.5 മണിക്കൂറായിരിക്കും. നിങ്ങൾ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള സമയം പഞ്ചാംഗത്തിലോ കലണ്ടറിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? രാഹുകാലം തിങ്കളാഴ്ച 7:30 മുതൽ 9 മണി വരെ, ചൊവ്വ 3 മുതൽ 4:30 വരെ. ഇങ്ങനെ ഒരു കണക്ക് പഞ്ചാംഗത്തിലും കലണ്ടറിലും സാധാരണ കൊടുക്കാറുണ്ട്. എന്നാൽ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? അതായത് രാഹുകാലം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയത്തെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് പകൽ സമയം സൂര്യോദയം 6 മണിക്കാണ്, അസ്തമയം വൈകുന്നേരം 6 മണിക്കുമാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ 12 മണിക്കൂറാണ്, 720 മിനിറ്റ്. ഈ സമയത്തെ 8 ഭാഗങ്ങളായി തിരിക്കുക. 720 ഡിവൈഡഡ് ബൈ 8 90 മിനിറ്റ് എന്ന് കിട്ടും. അതായത് 1.5 മണിക്കൂർ. അതായത് ഒരു ഭാഗം എന്നത് 1.5 മണിക്കൂറാണ്. സമയക്രമം കണക്കാക്കുന്ന രീതി പറയാം. അതായത് 6 മണിക്കാണ് സൂര്യോദയമെങ്കിൽ 6 തൊട്ട് 1.5 മണിക്കൂർ. 6 തൊട്ട് 1.5 മണിക്കൂർ എന്നോ 6 തൊട്ട് 7:30 വരെയുള്ള സമയം 1-ാം ഭാഗം എന്നാണ് പറയുക. ആ ഭാഗം നമ്മൾ രാഹുകാലമായിട്ട് എടുക്കാറില്ല. 2-ാം ഭാഗം മുതലാണ് രാഹുകാലമായി എടുക്കുക. 2-ാമത്തെ ഭാഗം 7:30 മുതൽ 9 വരെയും, 3-ാം ഭാഗം 9 മുതൽ 10:30 വരെ, 4-ാം ഭാഗം 10:30 മുതൽ 12 വരെ, 5-ാം ഭാഗം 12 മുതൽ 1:30 വരെ, 6-ാം ഭാഗം 1:30 മുതൽ 3 വരെ, 7-ാം ഭാഗം 3 മുതൽ 4:30 വരെ, 8-ാം ഭാഗം 4:30 മുതൽ 6 വരെ. ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇത് നമുക്ക് മനസ്സിൽ ഓർത്തിരിക്കാനായിട്ട് സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്. സോമേ ദ്വിതീയഃ ഭൗമേ സപ്തമഃ ബുധേ പഞ്ചമഃ ഗുരൗ ഷഷ്ഠഃ ശുക്രേ ചതുർത്ഥഃ ശനൗ തൃതീയഃ ആദിത്യേഷ്ടമ രാഹുകാലഃ. അതായത് അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. സോമേ ദ്വിതീയഃ തിങ്കളാഴ്ച 2-ാമത്തെ ഭാഗം, അതായത് 7:30 മുതൽ 9 വരെ. ഭൗമേ സപ്തമഃ ചൊവ്വാഴ്ച 7-ാമത്തെ ഭാഗം 3 മണി മുതൽ 4:30 വരെ. ബുധേ പഞ്ചമഃ ബുധനാഴ്ച 5-ാമത്തെ ഭാഗം 12 മുതൽ 1:30 വരെ. ഗുരൗ ഷഷ്ഠഃ വ്യാഴാഴ്ച 6-ാമത്തെ ഭാഗം 1:30 മുതൽ 3 വരെ. ശുക്രേ ചതുർത്ഥഃ വെള്ളിയാഴ്ച 4-ാമത്തെ ഭാഗം 10:30 മുതൽ 12 വരെ. ശനൗ തൃതീയഃ ശനിയാഴ്ച 3-ാമത്തെ ഭാഗം 9 മുതൽ 10:30 വരെ. ആദിത്യേ അഷ്ടമഃ രാഹുകാലഃ ഞായറാഴ്ച 8-ാമത്തെ ഭാഗം രാഹുകാലമാണ്. അതായത് 4:30 മുതൽ 6 മണി വരെ. രാഹുകാലം രാവിലെ 6 മണിക്ക് ആണെന്ന പൊതുവായ കണക്ക് പ്രകാരമാണ് നമ്മൾ ഓരോ ദിവസത്തെയും രാഹുകാലം സാധാരണ കണക്കാക്കാറുള്ളത്. എന്നാൽ നമുക്കറിയാം സൂര്യോദയവും സൂര്യാസ്തമയവും എല്ലാ ദിവസവും കൃത്യം 6 മണിക്കല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ രാഹുകാല സമയത്തിലും ഈ മാറ്റം ഉണ്ടാവും. ഇത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. അതായത് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ചൊവ്വയാണ്.
നാളത്തെ ഒരു ഏകദേശ സമയം നമുക്ക് നോക്കാം. സൂര്യോദയം 6:47 AM അസ്തമയം 6:21 PM ആണെന്ന് വയ്ക്കുക. ബുധനാഴ്ച. സാധാരണ കണക്ക് പ്രകാരം സൂര്യോദയം 6 AM സൂര്യാസ്തമയം 6 PM ആണെങ്കിൽ പകലിനെ 8ആയി ഭാഗിക്കുമ്പോൾ കിട്ടുന്ന 5ാം ഭാഗം സമയമാണ് ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 വരെ. ആ സമയമായിരിക്കും ബുധനാഴ്ച രാഹുകാലം. എന്നാൽ നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടുകയാണെങ്കിൽ നാളെ കേരളത്തിലെ സമയം 6:47 AM വൈകുന്നേരം അസ്തമയം 6:21 PM ആണെങ്കിൽ ആകെ നമുക്ക് കിട്ടുന്ന പകൽ സമയം 11 മണിക്കൂർ 34 മിനിറ്റ് ആണ്. അതായത് ഏകദേശം 694 മിനിറ്റ്. 11 ഇൻറ്റു നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 11 ഇൻറ്റു 60 പ്ലസ് 34 മിനിറ്റ് 694 മിനിറ്റ്. നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാകാം എങ്ങനെയാണ് ഈ 11 മണിക്കൂർ 34 മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ 694നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏകദേശം 87 മിനിറ്റ് എന്ന് കിട്ടും. 1 മണിക്കൂർ 27 മിനിറ്റ്. ഈ 11 മണിക്കൂർ 34 മിനിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. നോക്കാം. സൂര്യോദയം രാവിലെ 6:47 AM. സൂര്യാസ്തമയം വൈകുന്നേരം 6:21 PM. ഇതിനെ 24 മണിക്കൂർ ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ അസ്തമയ സമയം 18:21 എന്ന് കിട്ടും. അതായത് 6:21 കൂടെ 12 കൂടെ ചേർക്കുക അല്ലെ. അപ്പൊ 18:21 എന്ന് കിട്ടും. കണക്ക് കൂട്ടുന്ന രീതി. സൂര്യാസ്തമയ സമയത്തിൽ നിന്ന് സൂര്യോദയ സമയം കുറച്ചാൽ നമുക്ക് ആകെ പകൽ സമയം ലഭിക്കും. അപ്പൊ എത്ര മണിക്കൂറാണ്? 18 മണിക്കൂറുകൾ ആദ്യം കുറച്ച് നോക്കാം. 18 - 6 12 മണിക്കൂർ. മിനിറ്റുകളോ? 21 മിനിറ്റിൽ നിന്ന് 47 മിനിറ്റ് കുറയ്ക്കണം. 21ൽ നിന്ന് 47 കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് 12 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ, അതായത് 60 മിനിറ്റ് അങ്ങ് കടമെടുക്കുന്നു. അപ്പോൾ മിനിറ്റ് ഭാഗം എത്രയാകും? 60 + 21 81 മിനിറ്റ് ആവും. അപ്പൊ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാമല്ലോ. 81 - 47 34 മിനിറ്റ് കിട്ടി. ഇനി മണിക്കൂർ ഭാഗത്ത് നമ്മൾ 1 മണിക്കൂർ കടമെടുത്തില്ലേ, അതുകൊണ്ട് 12 മണിക്കൂർ എന്തായി? 11 മണിക്കൂറായി. അപ്പോൾ ആകെ പകൽ സമയം എത്രയായിരിക്കും? 11 മണിക്കൂർ 34 മിനിറ്റ്. ഇതുപോലെ ഓരോ ദിവസത്തെയും സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ 8 കൊണ്ട് എന്ത് ചെയ്യണം? ഈ 11 × 60 + 34 അങ്ങനെ 694 മിനിറ്റ് കിട്ടും. അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ 27 മിനിറ്റ് എന്ന് കിട്ടും അല്ലേ. അങ്ങനെ നമുക്ക് സമയം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. മനസ്സിലാകാത്തവര് ഒന്നുകൂടെ സ്ലോ ആയി ഒരു ബുക്കിലേക്ക് എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇനി ബുധനാഴ്ച 5ാമത്തെ ഭാഗമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ 1ാമത്തെ ഭാഗം 6:47 മുതൽ 8:14 വരെയാണ്. അതായത് 6:47 സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ 6:47 + 1 മണിക്കൂർ 27 മിനിറ്റ് അങ്ങനെ 8:14 കിട്ടും. ഇനി അതും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സൂര്യോദയ സമയം 6 മണിക്കൂർ 47 മിനിറ്റ്. അപ്പൊ ഒരു ഭാഗത്തിന്റെ സമയം കൂട്ടുക. നമുക്ക് ഇതിനോട് 1 മണിക്കൂർ 27 മിനിറ്റ് കൂട്ടണം. മിനിറ്റുകൾ ആദ്യം കൂട്ടാം. 47 മിനിറ്റും 1 മണിക്കൂർ 27 മിനിറ്റിലെ 27 മിനിറ്റ് കൂടെ കൂട്ടുക. അപ്പൊ 74 മിനിറ്റ് എന്ന് കിട്ടും. മണിക്കൂർ ഭാഗം എത്രയാ ഉള്ളത്? 6 മണിക്കൂർ 47 മിനിറ്റിലെ അതിൽ 6 മണിക്കൂറുണ്ട്. ഇനി മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റുക. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണെന്ന് നമുക്കറിയാം. 74 മിനിറ്റ് എങ്ങനെയാക്കണം? 74 - 60 അപ്പൊ എത്ര കിട്ടും? 14 മിനിറ്റ്. അപ്പൊ 74ലെ 60 മിനിറ്റ് നമ്മൾ 1 മണിക്കൂറാക്കിയില്ലേ, ആ 1 മണിക്കൂർ എന്തിനോട് ചേർക്കണം? 6നോട് കൂട്ടുക. 6 + 1 എത്രയായി? 7 മണിക്കൂറിനായി. ഇനി ബാക്കിയുള്ള 1 മണിക്കൂർ കൂടി ചേർക്കുക. 1 മണിക്കൂർ 27 മിനിറ്റിലെ 1 മണിക്കൂർ. നമ്മൾ ഇപ്പൊ എടുത്തത് 47 + 27 74 മിനിറ്റിനകത്തുനിന്ന് 60 മിനിറ്റ് മാറ്റി 1 മണിക്കൂറാണ്. അത് 6ന്റെ കൂടെ ചേർത്ത് 7 എന്നാക്കി. ഇനി 1 മണിക്കൂർ 27 മിനിറ്റിലെ 1 മണിക്കൂറുണ്ട്. ആ ബാക്കിയുള്ള 1 മണിക്കൂർ കൂടി ചേർക്കുക. അപ്പൊ നമ്മൾ കൂട്ടാൻ തുടങ്ങിയത് 1 മണിക്കൂർ 27 മിനിറ്റ് ആണല്ലോ. അപ്പോൾ 27 മിനിറ്റ് കൂട്ടിയപ്പോൾ സമയം 7:14 ഇനി ബാക്കിയുള്ള 1 മണിക്കൂറോടെ കൂട്ടുമ്പോൾ 7:14 + 1 8:14. 6:47 + 1 27 എന്ന് വെച്ചാൽ 8:14 എന്ന് കിട്ടും. ഇതുപോലെ ബാക്കി സമയങ്ങളും കൂട്ടിയെടുക്കുക. അതായത് ബുധനാഴ്ചത്തെ 5ാമത്തെ ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. അന്ന് 5ാമത്തെ ഭാഗത്താണ് നമുക്ക് എന്ത് വരിക? രാഹുകാലം വരിക. 1ാമത്തെ ഭാഗം നമുക്ക് 6:47 തൊട്ട് 8:14 എന്ന് കിട്ടി. വീണ്ടും അതിന്റെ കൂടെ 8:14 കൂടെ 1:27 കൂട്ടുക, 9:41 കിട്ടും. വീണ്ടും 9:41 കൂടെ 1:27 കൂട്ടുക, 11:08 എന്ന് കിട്ടും. 11:08 കൂടെ
1:27 കൂട്ടുക 12:35 എന്ന് കിട്ടും. ഇനി അഞ്ചാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ 12:35 കൂടെ 1:7 കൂട്ടുമ്പം 2 എന്ന് കിട്ടും രാഹുകാലം. അതായത് നാളെ കൃത്യമായ രാഹുകാലം ഉച്ചയ്ക്ക് 12:35 മുതൽ 2 വരെയായിരിക്കും. സാധാരണ നമ്മൾ കലണ്ടറിൽ നോക്കിയാൽ നമ്മൾ എങ്ങനെയാ കാണുക? 12 മണി മുതൽ 1:30 വരെ എന്നല്ലേ രാഹുകാലം കാണുക. യഥാർത്ഥത്തിൽ നാളത്തെ ദിവസത്തെ രാഹുകാലം എന്ന് പറയുന്നത് 12:35 മുതൽ 2 വരെയാണ്. ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കലണ്ടർ ഇല്ലാതെ തന്നെ രാഹുകാലം എങ്ങനെ നോക്കാമെന്ന് മനസ്സിലാക്കി. കലണ്ടറിൽ കാണുന്നതല്ലാതെ സ്വന്തമായി രാഹുകാലം ഇനി കണക്കാക്കുമല്ലോ. ഇനി ഈ രാഹുകാലം രാഹു സ്തോത്രമുണ്ട്. അതായത് രാഹുദോഷ ശാന്തിക്കായി നമ്മൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. രാഹു സ്തോത്രം നോക്കാം. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാ ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. അർത്ഥം നോക്കാം. പകുതി ശരീരമുള്ളവനും വലിയ പരാക്രമശാലിയും ചന്ദ്രനെയും സൂര്യനെയും മർദ്ദിക്കുന്നവനും, അതായത് ഗ്രഹണം വരുത്തുന്നവൻ, സിംഹികയുടെ ഗർഭത്തിൽ ജനിച്ചവനുമായ ആ രാഹു ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. അർദ്ധകായം എന്ന് വെച്ചാൽ നമുക്ക് അർത്ഥം അറിയാം. അർദ്ധകായം എന്ന് വെച്ചാൽ എന്താ? പകുതി ശരീരമുള്ളവൻ. രാഹുവിന് തല മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാവുന്നതാണല്ലോ. അർദ്ധകായം. മഹാവീര്യം, വളരെ പരാക്രമശാലിയാണ്. അതുകൊണ്ട് അർദ്ധകായം മഹാവീര്യം. ചന്ദ്രാദിത്യ വിമർദ്ദനം, അതായത് രാഹു സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹണ സമയത്ത് മറയ്ക്കുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ട് ചന്ദ്രാദിത്യ വിമർദ്ദനം. സിംഹികാ ഗർഭസംഭൂതം, സിംഹയുടെ ഗർഭത്തിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് സിംഹികാ ഗർഭസംഭൂതം, അങ്ങനെയുള്ള രാഹു ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. ധന്യവാദ.